ഇന്ന് നടക്കുന്ന മന്ത്രിസഭയിൽ ഒരുപാട് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുകയാണ്. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നവരെ തീരുമാനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ 5 ദിവസം ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവനക്കാർക്കും 5 ദിവസം ഇനി പോയാൽ മതി. ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസം പോയാൽ മതി. ശനി ഞായറും സമ്പൂർണ്ണമായിട്ട് അവധി പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ അപ്പോഴുള്ളൊരു പ്രശ്നം 9:30 മണിക്ക് 10 മണി എന്നുള്ളത് 9:30 മണിക്ക് ആളുകൾ ഓഫീസിൽ വരണം, 5:30 മണിക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഈ പോസ്റ്റ് ഓഫീസിലും പല സ്ഥലങ്ങളിലുമൊക്കെ അങ്ങനെയാണ്. 9:30 വരണം, 5:30 പോകാൻ പറ്റുകയുള്ളൂ. പക്ഷേ അങ്ങനെ 5 മണിക്കൂർ ഒരാഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് 5 മണിക്കൂർ സേവിക്കും. അങ്ങനെ സേവിച്ചുകൊണ്ട് 5 മണിക്കൂർ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഴ്ചയിൽ ശനിയാഴ്ച അവധി കൊടുക്കുന്ന ഒരു രീതിയാണ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഇത് കഴിഞ്ഞ കുറച്ച് കാലമായി ഇവിടെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്യുമ്പോൾ 33 ദിവസം ലീവ് സറണ്ടർ ഉണ്ട് ഒരു വർഷത്തിൽ. ഈ 33 ദിവസം ലീവ് സറണ്ടർ എന്ന് പറയുന്നത് കുറയ്ക്കുമോ, 30 ദിവസമാക്കി മാറ്റുമോ, അല്ലെങ്കിൽ 28 ദിവസമാക്കി മാറ്റുമോ, ഈ ആഴ്ച ഒരു ദിവസം ഇല്ലാത്തതിന് 5-6 മണിക്കൂർ കുറയ്ക്കുമോ, അതുപോലെ ക്യാഷ്വൽ ലീവ് 20 എന്നുള്ളത് ഒരു 15 ആക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. പക്ഷേ ലീവ് കുറയ്ക്കുന്ന കാര്യത്തിൽ ആളുകൾക്ക് താല്പര്യമില്ല, സർവീസ് സംഘടനകൾക്ക് താല്പര്യമില്ല. ക്യാഷ്വൽ ലീവ് ആവട്ടെ, അതുപോലെ തന്നെ ലീവ് സറണ്ടർ ആവട്ടെ, ഇതെല്ലാം കൃത്യമായി വേണം. അതേസമയം 5 ദിവസമാക്കിയാൽ സന്തോഷമെന്ന് പറഞ്ഞാണ് സർവീസ് സംഘടനകൾ നിൽക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇന്ന് ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രാധാന്യമുള്ള ദിവസമാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്, അടുത്ത 15 കഴിയുമ്പോൾ 15, 16, 17 പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ സെക്കൻഡ് വീക്ക് 20-ന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ സാധ്യത, കാരണം ഒരു മാസത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴുള്ളൊരു ചോദ്യം, വളരെ കൃത്യമായൊരു ചോദ്യം, ഇതിനിടയിൽ ഇന്ന് നടക്കുന്ന മന്ത്രിസഭയ്ക്കപ്പുറം ഇനിയൊരു മന്ത്രിസഭയ്ക്ക് സ്കോപ്പുണ്ടോ, അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് നടത്താനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അതിന് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കഴിഞ്ഞ 10 വർഷമായി ടെമ്പററിയായി പ്രവർത്തിക്കുന്ന കരാറടിസ്ഥാനത്തിലും ഡെയിലി വേസിലൊക്കെ പ്രവർത്തിക്കുന്നവരെ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനൊരു ഫയൽ ക്യാബിനറ്റിൽ വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും സഹാക്കളാണ്, അതുകൊണ്ട് അത് സ്ഥിരപ്പെടാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ രസമാണ് കാര്യം. ഇവിടെ PSC ഒരു വശത്തുണ്ട്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്, ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ പല അവിടെയൊക്കെ ലിസ്റ്റുള്ളപ്പോൾ ലിസ്റ്റ് ഇല്ലാത്ത ചില ഓഫീസുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ നടക്കും. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും കുറച്ച് ആളുകളെയൊക്കെ ഇതുപോലെയൊക്കെ എടുക്കേണ്ടി വരും. പ്രോജക്റ്റുകളിൽ, ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇത് സമ്പൂർണ്ണമായും PSC ലിസ്റ്റിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിനെ നിന്ന് ആരെയും എടുക്കാതെ ഇതുപോലെ അല്ലാത്ത രൂപത്തിലെടുത്തവരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു ഫയലാണ് അത്. ആളുകൾക്ക് സ്ഥിരം ജോലി കിട്ടുന്നതുകൊണ്ട് നമ്മുടെ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഒരു അനീതി അതിനകത്തില്ലേ എന്നൊരു സംശയം ന്യായമായും ഉണ്ട്. കാരണം ഈ പറഞ്ഞ PSC ലിസ്റ്റുള്ള കേസുകളിൽ പോലും പലപ്പോഴും ലിസ്റ്റിൽ നിന്ന് ആളെടുക്കാതെയും ലിസ്റ്റുകൾ ക്യാൻസലായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇതൊക്കെ പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ശബരിമല യുവതികളുടെ പ്രവേശനത്തിനും ചില തീരുമാനങ്ങൾ ഇന്നെടുക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ, കാരണം അത് 15 മുമ്പേ കൊടുക്കണം, കോടതിയിൽ 15 മുമ്പേ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തീരുമാനം ഇന്നുണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും വളരെ വ്യത്യസ്തമായ നിരവധി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് സർക്കാർ എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് ഈ അവധി ദിവസം 5 ദിവസം, വർക്കിംഗ് ഡേയ്സ് 5 ദിവസമാക്കിയിട്ട് ബാക്കിയുള്ള ശനി ഞായർ കൂടി അവധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ശനി ഞായർ അവധി ഇപ്പോൾ ആൾറെഡി സെക്കൻഡ് സാറ്റർഡേ അവധിയാണ്, 5 ദിവസം അവധിയാണ്. അതിനൊരു 3 ദിവസം കൂടി അതിൻ്റെ കൂടെ കയറിപ്പോൾ 8 ദിവസത്തോളം അവധിയിലേക്ക് പോകും. 5 ദിവസം വെച്ച് 20 ദിവസമായി വരാൻ സാധ്യതയുള്ളൂ. പിന്നെ 20-22 ദിവസമേ ആഴ്ചയിൽ ഇനിയിപ്പോൾ എന്തുള്ളൂ, ഈ വർക്കിംഗ് ഡേയ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ പല ലാഭങ്ങളും നഷ്ടങ്ങളുമുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കാത്തിരിക്കണം, സർട്ടിഫിക്കറ്റ് ഉള്ളത് കിട്ടാൻ 2 ദിവസം കൂടി കാത്തിരിക്കണം. വെള്ളിയാഴ്ച കിട്ടിയില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച കിട്ടാത്തുള്ളൂ. അങ്ങനത്തെ പ്രശ്നമുണ്ട്. പക്ഷേ ഇലക്ട്രിസിറ്റിയുടെ ലാഭം, വാഹനത്തിൻ്റെ ലാഭം, ആളുകൾ 2 ദിവസം ഈ എല്ലാവരും ഈ പുറത്തിറങ്ങത്തില്ലല്ലോ. പിന്നെ അതേസമയം ട്രാൻസ്പോർട്ടിന് നഷ്ടം വരും. പല പ്രശ്നങ്ങളുണ്ട്. ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ച് നഷ്ടം വരാം. കാരണം അവിടെ ഈ 2 ദിവസം സർക്കാർ ഉദ്യോഗസ്ഥരിൽ കുറേ വിഭാഗം ആളുകൾ ട്രെയിനിലും ബസ്സിൽ സഞ്ചരിക്കും. അപ്പോൾ അവരുണ്ടാവില്ല 2 ദിവസം, അതിൻ്റെ നഷ്ടം വരും. എന്നാൽ പുക പുറത്ത് വിടുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സ്വന്തം വാഹനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്പോൾ വളരെ വ്യത്യസ്തമാണ്. സാമൂഹ്യമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലൊക്കെ സമ്മിശ്രമായ പ്രതികരണമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. എന്തായാലും തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരെ മാക്സിമം സൂചിപ്പിച്ച്, എല്ലാവരെയും, സർക്കാർ ഉദ്യോഗസ്ഥരല്ല, പരമാവധി ആളുകളെ മാക്സിമം സൂചിപ്പിച്ച് 3-0 വരിക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ തന്ത്രം. അതിൽ വളരെ പ്രധാനമായൊരു തന്ത്രമായി ഇതെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ 5 ദിവസത്തെ തീരുമാനമായിരിക്കും മിക്കവാറും വരുന്നത്.
അത് വരുന്നതോടുകൂടി ഞാൻ പറഞ്ഞ പോലെ ഒരു എഫിഷ്യൻസി കൂട്ടാൻ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സർക്കാർ സംവിധാനത്തിൽ ഈ പറഞ്ഞതുപോലെ എന്തെല്ലാം നിയമങ്ങളുണ്ടാക്കിയാലും എത്ര തന്നെ പരിപാടികൾ വച്ചാലും എന്തെല്ലാം പരിപാടികൾ വെച്ചാലും അത് ആളുകൾ കൂടി ജീവനക്കാർ കൂടി വിചാരിച്ചാൽ മാത്രമേ അതിനൊരു മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 5 ദിവസമാണ് ഇനി പ്രവൃത്തി ദിവസം ഉണ്ടാവുക. ശനി ഞായറും അവധി സമ്പൂർണ്ണമായിട്ട് അവധി വരും. അപ്പോൾ അത് കോളേജിനും സ്കൂളുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും എല്ലാം ബാധകമായി വരും. ഇനി പ്രൈവറ്റ് സംവിധാനത്തിൽ എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും സർക്കാർ സംവിധാനത്തിൽ ഇനി 5 ദിവസം മാത്രമേ പ്രവൃത്തി ദിവസം ഉണ്ടായിരിക്കുകയുള്ളൂ.